that we know, that we're familiar with. It says, Jehovah Yireh, Jehovah Jireh, you're God the provider. നീ മാത്രം മതി എനിക്ക്. You alone are enough for me. ഈ മാസം നമ്മൾ സംസാരിക്കുന്നത് to perfect holiness. വിശുദ്ധിയിൽ നമ്മൾ വളരണമെങ്കിൽ, അതിന്റെ ആ പൂർത്തീകരണത്തിലോട്ട് എത്തണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്തുവാന്ന് discern ചെയ്യണം, മനസ്സിലാക്കി തിരിച്ചറിയണം. You can discern what God's will is. You can't discern what God's will is unless He becomes enough for you, unless He alone becomes enough for you. ഈ ലോകത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ തയ്യാറാവും, എന്താണോ അത് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ നമുക്ക് ഉത്സാഹം കൊടുക്കണം. അവരെ മതി നമുക്ക്. നമുക്ക് തരാൻ പറ്റുന്നതല്ല നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് സ്നേഹമല്ല. അവരെ നമ്മൾ ആഴമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവരെ അത്രയും വാല്യൂ, അത്രയും വില ഉള്ളത് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളത് പറയാതെ തന്നെ അവരുടെ മുഖം നോക്കി അവരുടെ ഭാവങ്ങൾ മനസ്സിലാക്കി. You get to know that person for who they are because you love them so much and because they're enough for you. Then it becomes easy to do what that person is. Hallelujah! അതുപോലെ know who your God is. നമ്മൾ ഒത്തിരി പ്രാവശ്യം പാട്ട് പാടിയിട്ടുണ്ട്. Pay attention to the different names in which it is calling God. Jehovah Jireh, Jehovah Rapha, Jehovah Shammah. Do you know who our God is in His entirety? Think about how He has been Jehovah Jireh. ചിന്തിക്ക് എങ്ങനെയാണ് ഈ ദൈവം നമുക്ക് വേണ്ടി എങ്ങനെയാണ് യഹോവ ആയിട്ടുള്ളത്, യഹോവ റാഫ ആയിട്ടുള്ളത്, യഹോവ ശമ്മ ആയിട്ടുള്ളത്. നീ മാത്രം മതി എന്ന് പാടുമ്പം ഈ നീ അങ്ങ് ആരാണ് നമ്മൾ മനസ്സിലാക്കിയാണോ നമ്മൾ പാടുന്നത്. അതുകൊണ്ട് ഈ പാട്ട് നമ്മൾ പാടി ദൈവത്തിനെ ധ്യാനിക്കുമ്പോൾ let's say from the bottom of our hearts, you alone are enough for me. നീ മാത്രം മതി എനിക്ക്, നീ മാത്രം എനിക്കും മതിയായിരിക്കുമ്പോൾ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ സഹായിക്കണം, അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എനിക്ക് automatic ആയിട്ട് പറ്റും because you are enough for me. ഈ പാട്ട് നമുക്ക് ധ്യാനത്തോടെ പാടി ദൈവത്തിനെ സ്തുതിക്കാം.
യേശുവാ